ഹലോ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബേസിക് ഗ്രാമർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സംസാരിക്കുക, ഈ കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസിൽ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. ഞാൻ ഇന്നൊരു 10 വേർഡ്സ് പറയാം. ഈ വാക്കുകൾ ഇങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ മീനിങ്ങും എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് നിസ്സംശയം സൂപ്പറാണെന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മുടെ സാധാരണ കോൺവെർസേഷൻ നമ്മൾ കാണുന്ന വാക്കുകളാണ് കേട്ടോ, അല്ലാണ്ട് ആരും ഉപയോഗിക്കാത്ത വാക്കുകളൊന്നുമല്ല. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ പലർക്കും ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തേത്, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? മൻഡെയിൻ. അപ്പം ഞാൻ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന ആ സിലബിളില്ലേ, അവിടെയാണ് സ്ട്രെസ് ഉണ്ടാവുക. ഇപ്പോൾ ഡെയിൻ, അതിനാണ് സ്ട്രെസ്. അപ്പോൾ മൻഡെയിൻ. ഓക്കെ, മൻഡെയിൻ. അങ്ങനെയാണ് ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താ? വെരി ഓർഡിനറി, അല്ലെങ്കിൽ ബോറിങ്, അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ഒന്നും ചെയ്യിപ്പിക്കാത്ത അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മൻഡെയിൻ എന്ന് പറയാം. പുതിയ ജോലി എങ്ങനെയുണ്ട്, എങ്ങനെയാ ചോദിക്കുക? ഹൗ ഇസ് യുവർ ന്യൂ ജോബ് എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ജോലിയിൽ പ്രത്യേകിച്ച് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല, പേപ്പർ വർക്കും ഇമെയിൽസും മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് എങ്കിൽ നമ്മൾ പറയാം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വർക്കേഴ്സ് ഇറ്റ് ഇസ് പ്രിറ്റി മൻഡെയിൻ. അങ്ങനെയാണ് പറയാം. ഇറ്റ്സ് എ മൻഡെയിൻ ജോബ്, അല്ലെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി മൻഡെയിൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഈ മൻഡെയിൻ എന്ന് പറയുന്നത് ഒരു ജോലി മൻഡെയിൻ ആണെന്ന് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികളില്ലേ, വീട് തുടച്ച് വൃത്തിയാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജോലി ആയിരിക്കാം ചിലർക്ക്. പക്ഷെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ എക്സൈറ്റിംഗ് അല്ല. അപ്പോൾ അതെങ്ങനെ പറയും? വീക്കെൻഡ് എന്താ പരിപാടി എന്ന് ഒരാൾ ചോദിച്ചാൽ ഈ വീട്ടിലെ ജോലിക്ക് തന്നെ എങ്ങനെ പറയും? വാട്ട് ഡു യു ഡു ഓവർ ദ വീക്കെൻഡ് എന്നൊരാൾ ചോദിച്ചാൽ ഉത്തരം ജസ്റ്റ് ദ യൂഷ്വൽ മൻഡെയിൻ ചോർസ്. ചോർസ് എന്ന് വെച്ചാൽ ജോലികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ജസ്റ്റ് ദ യൂഷ്വൽ മൻഡെയിൻ ചോർസ് ലൈക്ക് ലോണ്ട്രി, ക്ലീനിങ്, എക്സെട്ര. അടുത്ത വാക്ക്, ആദ്യം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കാം. സെറൻഡിപ്പിറ്റി. സെറൻഡിപ്പിറ്റി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നല്ലൊരു ബ്യൂട്ടിഫുൾ വാക്കാണ് ആക്ച്വലി. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നടക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും വിചാരിക്കാണ്ട് ചില സമയത്ത് ചില നല്ല ഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ, നമ്മളധികം തേടി പോവാണ്ട് തന്നെ, അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് സെറൻഡിപ്പിറ്റി. ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ, അവർ എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിച്ചാൽ വളരെ ആകസ്മികമായിട്ട് കണ്ടുമുട്ടിയതാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ എന്നിട്ട് അതൊരു നല്ല കാര്യമായി, അത്രയും ഭാഗ്യമായി അങ്ങനെ കണ്ടുമുട്ടിയത്. നമ്മളിതിന് അന്വേഷിച്ച് പോയതല്ല ഈ പാർട്ട്ണറിനെ, പക്ഷേ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിങ്ങനെ കണ്ടു, അങ്ങനെ പരിചയപ്പെട്ടു, പക്ഷേ അവസാനം കല്യാണം കഴിച്ചു, അതൊരു ഭാഗ്യമായി എന്നൊക്കെ പറയണമെങ്കിൽ ടോട്ടൽ സെറൻഡിപ്പിറ്റി എന്ന് പറയാം. ഹൗ ഡിഡ് യു മീറ്റ് ഹെർ എന്ന് ചോദിച്ചാൽ ടോട്ടൽ സെറൻഡിപ്പിറ്റി. അന്വേഷിച്ച് പോയതല്ല, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴോ കണ്ടുമുട്ടി, പിന്നെ ഭാര്യയായി, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലക്കി ആക്സിഡൻറ്റ്, അതാണ് സെറൻഡിപ്പിറ്റി. സംടൈംസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് അറൈസ് ത്രൂ ഷിയർ സെറൻഡിപ്പിറ്റി. നമ്മൾ ഒട്ടും വിചാരിക്കാതെ പല നല്ല കാര്യങ്ങളും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് കോമെൻറ്റ് ചെയ്യൂ കേട്ടോ, ഇംഗ്ലീഷിൽ പറയണേ. അടുത്ത വാക്കിത്, പതിവ് പോലെ നമ്മുടെ ബി സൈലൻ്റ് ആണ്. സട്ടിൽ. സട്ടിൽ അർത്ഥം എന്താ? പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തത്, വളരെ ഒബ്വിയസ് അല്ലാത്തത്. ഒബ്വിയസ് ആയതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ അല്ലാത്ത കാര്യത്തിനാണ് സട്ടിൽ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മുടെ ടോൺ, നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരം, അതിലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സട്ടിലായിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു ശബ്ദത്തിൻ്റെ മാറ്റം പോലെ, അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് അടുത്ത് പറയാം, ഡിഡ് യു നോട്ടീസ് ദ സട്ടിൽ ചേഞ്ച് ഇൻ ഹെർ ടോൺ? ആ പറഞ്ഞ ശബ്ദത്തിലേ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നിയോ, എന്തോ ഒരു വ്യതിചലനം. എന്നാൽ അവരെ എനിക്ക് വിഷമമുണ്ടെന്ന് എടുത്ത് പറഞ്ഞൊന്നുമില്ല, പക്ഷെ ആ ടോണിൽ ചെറുതായിട്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാ? ദ സട്ടിൽ ചേഞ്ച് ഇൻ ഹെർ ടോൺ. അത് കേൾക്കുമ്പോൾ യു കുഡ് ഫീൽ ദാറ്റ് ഷി വാസ് അപ്സെറ്റ്. അടുത്തത് ഈ വാക്ക്, ഇതിനെ വിഷ്യസ് എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. വിഷസ് അങ്ങനെ പറയുള്ളൂ, വിഷസ്. അതിൻ്റെ അർത്ഥം എന്താ? വയലൻ്റ് അല്ലെങ്കിൽ അഗ്രസീവ്, അങ്ങനത്തെ ഒരു അർത്ഥമാണ് വിഷസ്.
നമ്മൾ പലപ്പോഴും വിഷസ് സർക്കിൾ എന്നൊക്കെ കേൾക്കാറുണ്ട്. അത് വേറൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് വിഷസ് എന്നുള്ള ആ വേർഡ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ആ പട്ടീനെ ഒന്ന് സൂക്ഷിക്കണേ, കുറച്ച് വയലൻ്റ് ആവാൻ ചാൻസ് ഉള്ളതാണത് എന്ന് പറയണമെങ്കിൽ ബി കെയർഫുൾ ഓഫ് ദാറ്റ് ഡോഗ്, ഹി ലുക്സ് വിഷസ്. അതിപ്പോൾ ഒരു പട്ടി ഭയങ്കര വയലൻ്റ് ആവുന്നത് മാത്രമല്ല, വിഷസ് ആയിട്ടുള്ള വേറെ സാധാരണ റൂമേഴ്സ് ഉണ്ടാവാം, വിഷസ് ആയിട്ടുള്ള എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടാവാം. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെപ്പൺസ് ആണെങ്കിൽ വിഷസ് വെപ്പൺസ് എന്ന് പറയാം. ഇപ്പോൾ ദർ ഇസ് എ വിഷസ് റൂമർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു റൂമർ, വളരെ വയലൻറ്റോ അഗ്രസീവ് ആയിട്ടുള്ള ടൈപ്പ്, വളരെ മീനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ വിഷസ് റൂമർ എന്ന് പറയാം. റൂമർ എന്ന് വെച്ചാൽ അപവാദം. അടുത്ത വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കണ വേറൊരു വാക്കാണിത്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? പ്രഗ്മാറ്റിക്. നമ്മൾ പ്രാഗ്മാറ്റിക് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും. കാരണം നമ്മൾ മലയാളത്തിൽ പൊതുവെ സ്ട്രെസ് വരിക ഫസ്റ്റ് സിലബിളിലാണ്. പപ്പടം, അതെ, അങ്ങനെ പറയാം. പപ്പാടം എന്ന് പറയില്ലല്ലോ. അതാണ് ഇംഗ്ലീഷുകാർ മലയാളം പറയുമ്പോൾ അവരുടെ സ്ട്രെസ് മാറിപ്പോവും. പപ്പാടം, കൻ യു ഗിവ് മീ എ പപ്പാഡ് എന്നൊക്കെ പറയില്ലേ. ഹിന്ദിക്കാരും അങ്ങനെ സ്ട്രെസ് ചെയ്യാറുണ്ട്. മലയാളത്തിൽ പൊതുവെ ഞാൻ നോക്കിയിട്ട് സ്ട്രെസ് ഫസ്റ്റ് സിലബിളിനാണ് വരിക. പപ്പടം, അങ്ങനെയല്ല നമ്മൾ പറയാം. ഈ പപ്പടം പലരും തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് എടുത്ത് പറഞ്ഞാണ് കേട്ടോ. അല്ലാതെ സ്ട്രെസ് വേറെ സ്ഥലത്ത് വരുന്ന വാക്കുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ സ്ട്രെസ് ഫസ്റ്റ് സിലബിളിനാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, പ്രാഗ്മാറ്റിക്. പക്ഷെ അങ്ങനെയല്ല, പ്രാഗ്മാറ്റിക്. മാറ്റിനാണ് സ്ട്രെസ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താ? പ്രാക്ടിക്കൽ, റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പല പല പ്രോബ്ലംസ് ഒക്കെ വരുമ്പം അതിനൊക്കെ നമ്മൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുള്ള റൂൾസ് വെച്ചിട്ടല്ലോ നമ്മൾ സോൾവ് ചെയ്യുക. നമ്മളത് പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അപ്പം അങ്ങനെയുള്ള സൊല്യൂഷൻസിനൊക്കെ പൊതുവെ പ്രാഗ്മാറ്റിക് സൊല്യൂഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു പ്രോബ്ലംസ് എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ ഭയങ്കര അധികം ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ, വെച്ചാൽ ഭയങ്കര ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഈ തിയറി ഫോളോ ചെയ്തിട്ടൊന്നും ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാണ്ട് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷന് നമുക്ക് പ്രാഗ്മാറ്റിക് സൊല്യൂഷൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള കാശായിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാണ്, ഐ വോണ്ട് ടു ബൈ എ ഹൗസ്. എനിക്കൊരു വീട് വാങ്ങിക്കണം, പക്ഷെ ആദ്യം കുറച്ച് കാശ് സേവ് ചെയ്യണം. ബട്ട് മേ ബി, ഒരു പക്ഷേ, ഐ ഷുഡ് സേവ് സം മണി ഫസ്റ്റ്. ആദ്യം കുറച്ച് കാശ് ഞാൻ സ്വരുക്കൂട്ടി വെക്കണം അല്ലേ. കാശില്ലാണ്ട് വീട് വാങ്ങിക്കണം പോയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ പ്രാക്ടിക്കൽ ആവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള ആൾക്ക് പറയാം, അല്ലെങ്കിൽ വൈഫോ പാർട്ട്ണർക്കോ ആർക്കെങ്കിലും പറയാം, ലെറ്റ്സ് ബി പ്രാഗ്മാറ്റിക്, അല്ലെങ്കിൽ ദാറ്റ്സ് എ പ്രാഗ്മാറ്റിക് ചോയ്സ്. അടുത്ത വാക്ക് ഇതും കുറേ നമ്മൾ കേൾക്കാറുള്ള വാക്കാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിസ്കോഴ്സ്. അവിടെയാണ് സ്ട്രെസ്. ഡിസ്കോഴ്സ്. ഇതിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു സീരിയസ് ആയ ടോപ്പിക്കിനെ കുറിച്ചുള്ള കോൺവെർസേഷനോ ഡിബേറ്റോ അതിനൊക്കെ നമുക്ക് ഡിസ്കോഴ്സ് എന്ന് പറയാം. ഇത് ആക്ച്വലി നമ്മൾ ഡയലോഗ്സ് ആൾക്കാർ കുറേ ഈ ഡിസ്കോഴ്സ് വെച്ച് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാൾ പറയാണ്, ദ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഓൺലൈൻ ഇസ് സോ ടോക്സിക് ദീസ് ഡേയ്സ്. ഈ സെൻറ്റൻസിന് അർത്ഥം എന്താ? ഓൺലൈൻ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഈ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഓരോ രാഷ്ട്രീയ ചർച്ചകൾ ഓൺലൈൻ ഉണ്ടാവില്ലേ, ന്യൂസ് ഓരോ ചാനലുകളിലൊക്കെ, അതൊക്കെ ഭയങ്കര ടോക്സിക് ആണെന്ന്. എന്നുവെച്ചാൽ ഒരു പ്രൊഡക്റ്റീവായതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റം പറയുന്ന ടൈപ്പും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കോൺവെർസേഷൻ അങ്ങനത്തെ അല്ല എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചർച്ച, അതാണ് ഡിസ്കോഴ്സ്. ചർച്ച, ഡിബേറ്റ്, ഇതിനൊക്കെ നമുക്ക് ഡിസ്കോഴ്സ് എന്ന് പറയാം. ഒരു ഡയലോഗ്, ഇതിനൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു കാര്യം പറയാണ്, ദ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഓൺലൈൻ ദീസ് ഡേയ്സ് ഇസ് സോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ശരിയാണ്, ആരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്, ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കശപിശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയും. നോ വൺ റിയലി ലിസൺസ്, ദേ ജസ്റ്റ് ആർഗ്യൂ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ചൂടേറിയ ചർച്ച എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹീറ്റഡ് ഡിസ്കോഴ്സ്, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അടുത്ത വാക്ക് വേറി. അതാണ് പ്രൊനൗൺസിയേഷൻ. അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിൽ, അപകടകാരിയാണെങ്കിൽ നമ്മൾ പറയില്ലേ, കെയർഫുൾ ആയിരിക്കണം, കോഷ്യസ് ആയിരിക്കണം. അതാണ് വേറി. ഇതിൻ്റെ ഉപയോഗിക്കുമ്പോൾ വേരി ഓഫ് സംതിങ് അല്ലെങ്കിൽ വേരി അബൌട്ട് സംതിങ് എന്നുള്ള രീതിയിൽ കൂടുതൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഓഫോ അല്ലെങ്കിൽ അബൌട്ടോ ഇല്ലാണ്ട്
വേരി എന്ന് മാത്രം കാണാറുണ്ട്. ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസസ് പറഞ്ഞുതരാം. ഐ എം ഓൾവേസ് വേരി ഓഫ് ഇമെയിൽസ് ദാറ്റ് ആസ്ക് ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, പാസ്വേഡ്, ATM കാർഡിൻ്റെ നമ്പർ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഇമെയിൽസ് ചിലപ്പോൾ വരില്ലേ. ഐ എം റിയലി വേരി ഓഫ് ദം. അങ്ങനത്തെ ഇമെയിൽസ് ഭയങ്കര നമ്മളെ ഡേഞ്ചറിലാക്കുന്ന ഇമെയിൽസ് അല്ലേ. അപ്പം നമ്മളെപ്പോഴും കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഐ എം വേരി ഓഫ് ദം എന്ന് വെച്ചാൽ ഞാൻ അത് കിട്ടുമ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിക്കും. ഓഹോ, വീണ്ടും വന്നിട്ടുള്ള ഒരെണ്ണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കും. അതെനിക്ക് ഭയങ്കര ഒരു കെയർഫുൾ ആയിട്ടിരിക്കേണ്ട സംഭവമാണ് ഈ ഇങ്ങനത്തെ ഇമെയിൽസ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാണ് കേട്ടോ. വേരി ഓഫ് ഇമെയിൽസ്. എങ്ങനെയുള്ള ഇമെയിൽസ്? ദാറ്റ് ആസ്ക് ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ. അതുപോലെ ഐ എം ഓഫ്റ്റൻ വേരി വെൻ സ്ട്രേഞ്ചേഴ്സ് ഓഫർ ഹെൽപ്പ്. നമുക്കറിയാത്ത ആൾക്കാർ സഹായിക്കണമെന്നുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ കരുതിയിരിക്കാറുണ്ട്. ശരിക്കും സഹായിക്കാൻ തന്നെയാണോ അതോ നമ്മളെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അറിയില്ലല്ലോ. അപ്പോൾ ഐ എം വേരി വെൻ സ്ട്രേഞ്ചേഴ്സ് ആസ്ക് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ഓഫർ ഹെൽപ്പ്. അടുത്തത് ഈ വാക്ക്. ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്ന വാക്കുകളാണ്. എസ്പെഷ്യലി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാക്ക് കാണാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? പെറൂസൽ. പെറൂസൽ. അപ്പോൾ അവിടെയാണ് സ്ട്രെസ്. പെറൂസൽ മീനിങ് എന്താ? ദി ആക്ട് ഓഫ് കെയർഫുള്ളി റീഡിങ് ഓർ എക്സാമിനിങ് സംതിങ്. പൊതുവെ എന്തെങ്കിലുമൊക്കെ കത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെൻ്റൊക്കെ നമ്മൾ നല്ല കെയർഫുള്ളി എക്സാമിൻ ചെയ്യില്ലേ, ശരിക്ക് വായിച്ച് നോക്കില്ലേ, അതാണ് പെറൂസൽ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെനു കിട്ടിയാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മെനു ഒന്ന് നോക്കൂലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആഫ്റ്റർ എ ക്വിക്ക് പെറൂസൽ ഓഫ് ദ മെനു ഐ ഓൾറെഡി നോ വാട്ട് ഐ വാണ്ടഡ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യൂ വെച്ച് തുടങ്ങണ വേർഡ്സ് നിങ്ങൾ ക്യൂ വെച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ക്യൂ എന്നുള്ള സൗണ്ട് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ ക്യുക്ക് എന്ന് പറയാൻ ശ്രമിക്കും. ശരിക്കും എവിടെ നിങ്ങൾ ക്യൂ കണ്ടാലും അതിന് നിങ്ങൾ KW വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവും. ക്വിക്ക്, KW ആണ് ക്യൂവിന് പകരം ഉള്ളതെന്ന് വിചാരിക്കുക. ക്വിക്ക്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ശരിയായി കണ്ടോ. മറ്റത് ക്യുക്ക് എന്ന് വായിക്കാൻ ശ്രമിക്കും, ഇത് ക്വിക്ക്. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? പെട്ടെന്നൊന്ന് മെനു ഒന്ന് നോക്കിയിട്ട് ഞാൻ എന്താ വേണ്ടത് ഡിസൈഡ് ചെയ്തു. അപ്പോൾ പെറൂസൽ ഓഫ് സംതിങ് കോൺട്രാക്റ്റ് ആവാം, ലെറ്റേഴ്സ് ആവാം, എന്ത് വേണമല്ലോ കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, അതാണ് അർത്ഥം കേട്ടോ. അതിൻ്റെ എത്രണ്ണം കിട്ടി? കഴിഞ്ഞിട്ടില്ല. അടുത്ത വാക്ക് ഇതാണ്. ഇതും കണ്ടിട്ടുണ്ടാവും അല്ലേ? പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാക്ക് കണ്ണിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒബ്സ്ക്യൂർ എന്നല്ല പറയാ, ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ആൾക്കാർക്ക് അറിയാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പം അധികം അറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അധികം അറിയാത്ത മൂവീസ് ഉണ്ടാവും, മൂവി സ്റ്റാർസ് ഉണ്ടാവും, ബുക്സ് ഉണ്ടാവും, റൈറ്റേഴ്സ് ഉണ്ടാവും, ബാൻഡ്സ് ഉണ്ടാവും. അപ്പം അതിനൊക്കെ അവരൊക്കെ ഒബ്സ്ക്യൂർ ആണെന്ന് പറയാം. ഈ ഒബ്സ്ക്യൂറിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, മറച്ചു പിടിക്കുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. സംതിങ് ഇസ് ഒബ്സ്ക്യൂർഡ് ബൈ സംതിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കാരണം മറ്റത് കാണാൻ പറ്റുന്നില്ല. ഗ്രേ ക്ലൗഡ്സ് ഒബ്സ്ക്യൂർ ദ സൺ. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ അർത്ഥമാണെങ്കിൽ അധികം അറിയപ്പെടാത്തത് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ an obscure island in the Indian Ocean. ഇന്ത്യൻ ഓഷ്യനിലെ അധികം ആർക്കും അറിയാത്ത ഒരു ഐലൻഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒബ്സ്ക്യൂർ. ഇനി ലാസ്റ്റ് വാക്കാണ്. ഈ വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിയോ ഇതെന്താന്ന്? സിമ്പിളായിട്ടുള്ള വാക്കാണ് ബ്രിസ്ക്. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ തന്നെ വായിക്കണം, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. ബ്രിസ്ക്. പൊതുവെ നമ്മൾ ഈ വാക്ക് കേൾക്കുക ബ്രിസ്ക് വാക്ക് എന്നാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടാവും, ബ്രിസ്ക് വാക്ക്. അർത്ഥം പിടിയിട്ടോ? പെട്ടെന്നുള്ള ക്വിക്ക് അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് എന്നാണ് അർത്ഥം. ലെറ്റ്സ് ഗോ ഫോർ എ ബ്രിസ്ക് വാക്ക് ആഫ്റ്റർ ഡിന്നർ. അത്താഴം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് നടന്നിട്ട് വന്നാലോ എന്ന് പറയാൻ ലെറ്റ്സ് ഗോ ഫോർ എ ബ്രിസ്ക് വാക്ക്. അത് എളുപ്പമായിരുന്നു. ഇതിലിപ്പോൾ എത്ര വാക്കുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി? 10 എണ്ണമാണ് ഞാൻ പഠിപ്പിച്ചത്. ഇതിൽ എത്ര എണ്ണം ശരിയായി എന്ന് പറയൂ കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം. ഏതൊക്കെയാണ് കിട്ടിയത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എല്ലാം ടഫായിരുന്നോ? കുറച്ച് പേർക്കെങ്കിലും കുറേ എണ്ണം കിട്ടിക്കാണോന്ന് ഞാൻ വിചാരിക്കണു. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ലെവൽ കുറയ്ക്കണോ അത് കൂട്ടണോ അറിയിക്കൂ കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ കുറേ ഇടാറുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഞാൻ അവിടെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ടഫാണെങ്കിൽ
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് എടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് കോഴ്സ് ഉണ്ടോ എന്ന്. കോഴ്സ് ഉണ്ട്, ഞാൻ എല്ലാ വീഡിയോൻ്റെ അവസാനം പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ആവശ്യമുണ്ടെങ്കിൽ, പൊതുവേ ഈ വിദേശ കൺട്രീസിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ എടുക്കാറ്. ഇപ്പോൾ ഗൾഫ് അല്ലെങ്കിൽ UK, ന്യൂസിലാൻഡ്, കാനഡ, US എന്നൊക്കെ എടുക്കാറുണ്ട്. അവരുടെ വർക്കിലൊക്കെ കുറേ ആവശ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചുകൂടെ ഹയർ പൊസിഷനിലേക്ക് പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ എടുക്കേണ്ട കോഴ്സ് 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സാണ്. 90 ദിവസം. ഈ പറഞ്ഞ മാതിരി ഒന്നും ലൈവ് ക്ലാസ് അല്ല കേട്ടോ. നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ നിങ്ങൾ എപ്പോഴാണ് സമയം കിട്ടുന്നത്, ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വെച്ചാൽ 90 ഡേയ്സ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കോഴ്സ് തീർക്കാം. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് സംസാരിച്ച് പഠിക്കുന്ന ലൈവ് സെഷൻസ് ഇല്ല കേട്ടോ, അങ്ങനത്തെ കോഴ്സുകളല്ല. പക്ഷേ എന്നോട് സംസാരിക്കാൻ തന്നെ നമുക്ക് ChatGPT ഒക്കെ യൂസ് ചെയ്ത് സ്പീക്കിംഗ് പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കോഴ്സ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് കുറേ ചോദിക്കുന്നുണ്ട് കോഴ്സിനെ കുറിച്ച്, എസ്പെഷ്യലി മോണ്ടസറി ടീച്ചേഴ്സ്. അവർക്ക് പറ്റിയൊരു കോഴ്സാണ് 30 ഡേ വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സ്. അത് അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷ് ജസ്റ്റ് നമുക്ക് സംസാരിക്കാനൊന്ന് കുറച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ സംസാരിക്കാൻ ഗ്രാമർ അറിയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഗ്രാമർ പഠിപ്പിക്കാത്ത കോഴ്സാണിത്. ഇപ്പോൾ മലയാളത്തിന് ഗ്രാമർ അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മലയാളം പറയണേ. അപ്പം അതുമാതിരി ഓരോ 30 ഡിഫറെൻറ്റ് ഡേയ്സിൽ 30 ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസിൽ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ആ പ്രാക്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് 30 ഡേ വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സിൽ. 90 ഡേ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. 30 ഡേ വാട്സപ്പ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.